Hi friends, welcome back to Jisha B vlogs. ഇങ്ങനെ ഒരു മെയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ഏർണിങ്സിൽ പുതിയ ടാക്സ് ചേഞ്ചസ് വരുന്നുണ്ട്. അതായത് മെയ് 31-നുള്ളിലായിട്ട് നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല എങ്കിൽ യൂട്യൂബ് നമ്മുടെ US വ്യൂസ് അതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഏർണിങ്സിൽ 24% ടാക്സ് ആയിട്ട് അവർ ഡിഡക്റ്റ് ചെയ്യുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആഡ്സെൻസിൽ പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ ആഡ്സെൻസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മാനേജ് ടാക്സ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതിൽ പോയി ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെ ഒരു പേജിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടു ഗെറ്റ് പേ ഔട്ട്സ് ഫ്രം ഗൂഗിൾ മേക്ക് ഷുവർ ദാറ്റ് യു പ്രൊവൈഡ് യുവർ ടാക്സ് ഇൻഫർമേഷൻ. ദിസ് വിൽ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ്. അപ്പോൾ നമ്മളിനി ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആഡ് ടാക്സ് ഇൻഫോ. ഇനി നമ്മൾ ഒരു പുതിയ പേജിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ നമ്മൾ വീണ്ടും നിങ്ങളുടെ ആ പർട്ടിക്കുലർ മെയിൽ ID ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ ഈ പാസ്വേഡ് ഇട്ട് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത് ഒരു ഇൻഡിവിജ്വൽ അക്കൗണ്ടാണോ അതോ ബിസിനസ് അക്കൗണ്ടാണോ. അപ്പോൾ എൻ്റെതൊരു ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആയതുകൊണ്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. നെക്സ്റ്റ്. ഇനി നെക്സ്റ്റ് താഴെ വരുന്നത് ആർ യു എ സിറ്റിസൺ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ല. അപ്പോൾ അവിടെ നോ. നെക്സ്റ്റ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. സെലക്റ്റഡ് W8 ടാക്സ് ഫോം ടൈപ്പ്. അപ്പോൾ ഇതിൽ 2 ടാക്സ് ഫോംസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തത് നോൺ US ഇൻഡിവിജ്വൽസ് ക്ലെയിം ടാക്സ് ട്രീറ്റി ബെനിഫിറ്റ്സ് വേണ്ടവരാണ് ചെയ്യേണ്ടത്, അതായത് നമ്മളെപ്പോലെയുള്ളവർ. രണ്ടാമത്തത് നോൺ US ബിസിനസ് എൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട. അപ്പം നമുക്ക് വേണ്ടത് W8 BEN ആണ് വേണ്ടത്. ഇത് നോൺ US ഇൻഡിവിജ്വൽസിന് ടാക്സ് ട്രീറ്റി ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തു. ഇനി സ്റ്റാർട്ട് W8 BEN ഫോം. അപ്പോൾ ഇനി ആ ഫോമിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ പേര് വന്നു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ബിസിനസ് എൻ്റെ പേര് കൊടുക്കണം. ഇപ്പോൾ എനിക്ക് ഒന്നുമില്ല. ഇനി കൺട്രി ഓഫ് സിറ്റിസൺഷിപ്പ് അവിടെ ഇന്ത്യ. ഇനി ടാക്സ് പെയർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോറിൻ ടിൻ എന്നാണ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ ടാക്സ് പെയർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ പാൻ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡ് നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത് ഞാൻ എൻ്റെത് ബ്ലേഡ് ചെയ്യാന്ന്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാൻ നമ്പർ കൊടുക്കുക. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരുടെ പേരിലാണോ ഗൂഗിൾ ആഡ്സെൻസ് ഉള്ളത് അയാളുടെ പാൻ നമ്പറാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ചില യൂട്യൂബേഴ്സ് ഉണ്ടാവുമല്ലോ അണ്ടർ ഏജ് ആയിട്ടുള്ളവർ, അവരുടെ പാരൻസിൻ്റെയോ എൽഡർ ബ്രദറിൻ്റെയോ ആഡ്സെൻസ് അക്കൗണ്ടാണ് ഉള്ളതെങ്കിൽ അവരുടെ പാൻ കാർഡ് നമ്പർ കൊടുക്കണം. ഇനി നെക്സ്റ്റ്. അപ്പോൾ ഇനി നിങ്ങളുടെ അഡ്രസ്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പെർമനൻറ്റ് റെസിഡൻറ്റ് അഡ്രസ്സ് കൊടുക്കുക. ഇവിടെ ടിക്ക് ചെയ്യുന്നു. ഇനി നിങ്ങൾ അഡ്രസ്സ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ അഡ്രസ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ചോദിക്കുന്നത് പോസ്റ്റൽ അഡ്രസ് ഈസ് സെയിം ആസ് പെർമനൻറ്റ് റെസിഡൻറ്റ് അഡ്രസ്സ്. അപ്പോൾ നിങ്ങളുടെ രണ്ടും സെയിം അഡ്രസ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ടിക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ സെയിം ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് താഴെയുള്ള ഫില്ല് ചെയ്ത് വേണം. ഇനി നെക്സ്റ്റ് തേർഡിലേക്ക് നമ്മൾ പോവുകയാണ്, ടാക്സ് ട്രീറ്റി. അപ്പോൾ ഇതിൽ ആദ്യം ചെന്ന് ചോദിക്കുന്നത് ആർ യു ക്ലെയിമിങ് എ റിഡ്യൂസ്ഡ് റേറ്റ് ഓഫ് വിത്ത് ഹോൾഡിംഗ് അണ്ടർ ടാക്സ് ട്രീറ്റി. അപ്പോൾ നമ്മൾ ടാക്സ് ട്രീറ്റി ക്ലെയിം ചെയ്യുന്നുണ്ട്. റിഡ്യൂസ്ഡ് റേറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ യെസ്. യെസ് എന്നിടുക. അപ്പോൾ
പിന്നെ ഇവിടെ ടിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൺട്രിയിൽ പോയിട്ട് ഇന്ത്യ കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ റേറ്റ്സ് ആൻഡ് കണ്ടീഷൻ. ഇവിടെ ഇച്ചിരി നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഫസ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് സർവീസസ്. അതിൽ ആർട്ടിക്കിൾ 7 വിത്ത് റേറ്റ് ഇവിടെ 0% ആയിരിക്കണം. അപ്പോൾ അത് കൊടുത്തു. ഇനി ഇവിടെ ടിക്ക് ഇടുക. നെക്സ്റ്റ് വരുന്നത് മോഷൻ പിക്ചർ ആൻഡ് TV. അതിൽ ടിക്ക് ഇടുക. ഇവിടെ ആർട്ടിക്കിൾ 12 ഇവിടുത്തെ വിത്ത് റേറ്റ് 15%. ഇവിടെ ടിക്ക് ഇടുക. പിന്നെ അടുത്തത് അതർ കോപ്പിറൈറ്റ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആർട്ടിക്കിൾ 12 വിത്ത് റേറ്റ് 15%. ഇവിടെ ടിക്ക് ഇടുക. ഇനി ഒരിക്കലും കൂടെ നോക്കാം. സർവീസസ് 0%, മോഷൻ പിക്ചർ ആൻഡ് TV 15%, ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ്, അതർ കോപ്പിറൈറ്റ് 15%. അപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്. പിന്നെ നമുക്ക് ഡോക്യുമെൻറ്റ് പ്രിവ്യൂ ആയിരിക്കും കാണാൻ കിട്ടുക. അപ്പോൾ ദാ നമ്മുടെ ഡോക്യുമെൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ 4 ഫോംസും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഫോംസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റ് ടിക്ക് ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ്. ഇനി സർട്ടിഫിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങളുടെ സിഗ്നേച്ചർ എന്നുള്ളിടത്ത് നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക. നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ നിങ്ങളുടെ പേരെന്താണോ അതാണ് എക്സാക്ട്ലി കൊടുക്കേണ്ടത്. ഇനി അടുത്തായിട്ട് ചോദിക്കുന്നത് ആർ യു ദി പേഴ്സൺ ലിസ്റ്റഡ് ഇൻ ദി സിഗ്നേച്ചർ സെക്ഷൻ. അവിടെ യെസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ്. ഇനി ഇതിൽ ആക്ടിവിറ്റീസ് ആൻഡ് സർവീസസ് പെർഫോംഡ് ഇൻ US ആൻഡ് അഫിഡവിറ്റ്. അതിൽ ആദ്യം ചോദിക്കുന്നത് നമ്മൾ US എനി ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നോ ആണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇവിടെ ടിക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് സ്റ്റാറ്റസ് ചേഞ്ച് അഫിഡവിറ്റ്. ഇതിൽ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആഡ്സെൻസ് അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾ പേയ്മെൻറ്റ്സ് പ്രീവിയസ്ലി എടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇതനുസരിച്ചാണ്. നിങ്ങൾ ഓൾറെഡി ഈ ആഡ്സെൻസ് അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് നിങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് എടുക്കേണ്ടത്. എൻ്റെത് ഞാൻ ഇതുവരെ റിസീവ് ചെയ്യാത്ത പുതിയ അക്കൗണ്ടാണ്. അതുകൊണ്ട് ഇതിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഐ എം പ്രൊവൈഡിങ് ടാക്സ് ഇൻഫോ ഫോർ എ ന്യൂ ഓർ എക്സിസ്റ്റിംഗ് പേയ്മെൻറ്റ് പ്രൊഫൈൽ ദാറ്റ് ഹാസൻ റിസീവ്ഡ് പേയ്മെൻറ്റ്സ്. അപ്പോൾ ഇനി സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ദാ നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ ഫോം സ്റ്റാറ്റസ് അപ്രൂവ്ഡ് കാണിക്കുന്നുണ്ട്. പിന്നെ മോഷൻ പിക്ചർ ആൻഡ് TV 15%, അതർ കോപ്പിറൈറ്റ്സ് 15%, സർവീസസ് 0%. അപ്പോൾ ഇനി നമ്മൾ സക്സസ്ഫുള്ളി ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ പ്രൂഫായിട്ട് നമുക്ക് ഗൂഗിളിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൂടി കാണിച്ചു തരാം. ഇതാ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഗൂഗിൾ പേയ്മെൻറ്റ്സിൽ നിന്ന് എനിക്ക് എൻ്റെ ജിഷ ബി വ്ളോഗ്സിൻ്റെ മെയിൽ ID ഒരു മെയിൽ വന്നിട്ടുണ്ട്. സെയിങ് യുവർ ടാക്സ് ഇൻഫർമേഷൻ ഹാസ് ബീൻ അപ്രൂവ്ഡ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്തു. ഇതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഒരു യൂട്യൂബറായ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ള യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക.
ഇനി ഇതുപോലെയുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.